ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA സോഷ്യോളജി സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആൻഡ് ഇനീക്വാലിറ്റിയിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ നിങ്ങൾക്ക് നോട്ട്സായിട്ട് കൂടി ഉപയോഗിക്കാൻ കഴിയാവുന്ന ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജാതിയും സാമൂഹ്യ വർഗീകരണവും ഇന്ത്യൻ സമൂഹത്തിൻ്റെ മാത്രം സവിശേഷതയാണ് ജാതി വ്യവസ്ഥ. നമുക്കറിയാം, ലോകത്തിലെ പല പ്രദേശങ്ങളിൽ, പല രാജ്യങ്ങളിൽ പല മതങ്ങളൊക്കെ ഉണ്ടായിരിക്കാന്നുണ്ടെങ്കിലും ജാതി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്നതാണ്. ഹിന്ദു സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്നു. വിവാഹം, കുടുംബം, തൊഴിൽ, വസ്ത്രധാരണം തുടങ്ങിയ ജീവിതത്തിൻ്റെ മേഖലകളെല്ലാം സ്വാധീനിക്കുന്നു. ഇനി ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ജാതി വ്യവസ്ഥ ഉള്ളത്. കൂടാതെ വിവാഹം, നമുക്കറിയാം, ഒരു ജാതിയിൽ പെട്ടവർ അതേ ജാതിയിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് നിലനിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ജാതിയിൽ പെട്ട ആളുകളായിരിക്കും കുടുംബക്കാരായിട്ട് വരിക. പിന്നെ തൊഴിൽ വിഭജനമായിട്ട് ജാതി പ്രവർത്തിച്ചിരുന്നു. ഒരു ജാതിക്ക് ഒരു കുലത്തൊഴിൽ എന്നുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വസ്ത്രധാരണം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലും ജാതി ഇടപെട്ടിരുന്നു. അസമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു വർഗീകരണ സംവിധാനമായി ജാതി പ്രവർത്തിക്കുന്നു. ഇനി ഇത് സമത്വമല്ല. കാരണം ചില ജാതികൾ ഉയർന്നതും ചില ജാതികൾ താഴ്ന്നതും എന്ന രീതിയിലൊക്കെയുള്ള സങ്കല്പമാണ് ജാതി വ്യവസ്ഥയ്ക്കകത്തുള്ളത്. ഇത് മനുഷ്യരെ പല തട്ടുകളായിട്ട് വേർതിരിക്കുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജാതിയുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങളാണ്. ആദ്യത്തേത് ലൂയിസ് ഡുമോണ്ടിൻ്റെതാണ്. ജാതി സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ സംവിധാനമാണ്, മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമാണ്. നമുക്കറിയാം, സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ, അതായത് ഓരോ ജാതിക്ക് ഓരോ തൊഴിൽ എന്നുള്ള രീതിയിൽ അത് സാമ്പത്തിക സ്ഥിതിയെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ജാതികൾ ഉയർന്നത് ചില ജാതികൾ താഴ്ന്നത് എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ അധികാരത്തിൻ്റെ കൂടി സംവിധാനമാണ്. ശുദ്ധം അശുദ്ധം എന്ന സങ്കല്പം ജാതീയ വേർതിരിവിന് അടിസ്ഥാനം. ഇനി ചില ജാതികൾ ശുദ്ധമെന്നും ചില ജാതികൾ അശുദ്ധമെന്നും പറയുന്ന രീതിയിലാണ് ഈ ജാതി വ്യവസ്ഥ സംവിധാനപ്പെടുത്തിയിട്ടുള്ളത്. സാമൂഹ്യ ബന്ധങ്ങളും തൊഴിലും വിഭജിക്കുന്ന ഒരു അധികാര ശ്രേണിയാണ്, അല്ലെങ്കിൽ ഒരു ഹൈറാർക്കിയാണ്. ചിലത് മുകളിൽ ചിലത് താഴെ എന്നുള്ള രീതിയിൽ സാമൂഹ്യ ബന്ധങ്ങളെയും തൊഴിലിനെയും വിഭജിക്കുകയാണ് ജാതിയിൽ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതുമായിട്ടുള്ള വീക്ഷണങ്ങളാണ്. വ്യക്തികൾക്ക് പകരം സമൂഹത്തിൻ്റെ സമഗ്രതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. അപ്പോൾ ഇന്ത്യയിലെ ജാതി സമൂഹത്തിനെ അദ്ദേഹം കാണുന്നത് മറ്റുള്ള രാജ്യങ്ങളിലും മറ്റുള്ള സമൂഹങ്ങളിലെല്ലാം വ്യക്തികൾക്കാണ് പ്രാധാന്യം എന്നുണ്ടെങ്കിൽ ഇവിടെ സമൂഹത്തിനാണ് പ്രാധാന്യം. ഒരു ജാതി എന്ന് പറയുന്നത് ഒരു സമൂഹമായി എടുത്തുകൊണ്ട് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം കാണുന്നത്. സമത്വത്തിന് പകരം അസമത്വത്തിൽ അധിഷ്ഠിതമായ അധികാര ശ്രേണി ഒരു തെറ്റായി കണ്ടില്ല, പ്രപഞ്ച വീക്ഷണമായി കണ്ടു. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാനമായിട്ടുള്ളൊരു വീക്ഷണം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയെ മറ്റുള്ളവർ കാണുന്ന പോലെ വിമർശനാത്മകമായിട്ടല്ല അദ്ദേഹം കാണുന്നത്. ഇവിടെ സമത്വത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിലും അധിഷ്ഠിതമാകുന്നതിന് പകരം കുറച്ച് ആളുകൾ നിങ്ങൾ ഈ ജോലി തന്നെ ചെയ്യണം, നിങ്ങൾ ഈ ആളുകളിൽ നിന്ന് തന്നെ വിവാഹം കഴിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു അസമത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സംവിധാനമാണെങ്കിലും അത് ഒരു ലോകവീക്ഷണമാണ്, ഒരു സമൂഹത്തിൻ്റെ വീക്ഷണമാണ് എന്നുള്ള രീതിയിലാണ് ഇദ്ദേഹം കണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വീക്ഷണത്തിന് ഒരുപാട് വിമർശനങ്ങളും ഉണ്ടായിരുന്നു. അടുത്തത് ഗോവിന്ദ് ഗുരിയെ. ജാതി ഒരു അധികാര ശ്രേണിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൈറാർക്കിയാണത്. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ചാതുർവർണ്ണ സംവിധാനത്തിനകത്ത് ഇങ്ങനെ 4 തട്ടുകളാണ് വരുന്നത്. ഇതിന് പുറത്തുള്ളവരാണ് അയിത്ത ജാതിക്കാർ. ഇതാണ് ജാതിയുടെ ക്രമമായിട്ട് വരുന്നത്. തൊഴിൽ, വിവാഹം, മറ്റിടപെടലുകൾ എന്നിവയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതായത് ഒരു ജാതിയിൽ പെട്ടവർ ഒരു തൊഴിൽ മാത്രമേ ചെയ്യാവൂ, അതുപോലെ തന്നെ ആ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാവൂ. മറ്റിടപെടലുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ അടുത്ത് കൂടെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഇന്ത്യയിൽ ഒരു കാലഘട്ടത്തിൽ ആളുകൾ പെരുമാറിയിരുന്നത്. അത്തരത്തിലുള്ള വിലക്കുകൾ ഉണ്ടായിരുന്നു. ഒരു ജാതിക്കും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ഇനി ഓരോ ജാതിക്കും അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങൾ കൂടി ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം. ഇദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കിടക്കുന്നതും അതാണ്. ഇപ്പോൾ ഈ രീതിയിലുള്ള വിഭജനങ്ങൾ മാത്രമല്ല, ഓരോ ജാതികൾക്കും അവരവരുടേതായിട്ടുള്ള വസ്ത്രധാരണ രീതി, ഭക്ഷണ രീതി തുടങ്ങിയിട്ടുള്ള സംസ്കാരം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ശുദ്ധം അശുദ്ധം എന്ന സങ്കല്പം തന്നെയാണ് ജാതിയുടെ അടിസ്ഥാനം. മറ്റുള്ള നിരീക്ഷകർ കാണുന്നത് പോലെ തന്നെ ചില ജാതി, പ്രത്യേകിച്ച് ബ്രാഹ്മണരൊക്കെ വളരെ ശുദ്ധമെന്നും മറ്റ് അയിത്ത ജാതിക്കാർ അശുദ്ധമെന്നും ഉള്ള രീതിയിലാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ട് അദ്ദേഹവും കാണുന്നത്. അംബേദ്കർ. ഹിന്ദു സമൂഹ വ്യവസ്ഥിതിയുടെ അടിസ്ഥാനമാണ് ജാതി. അംബേദ്കർ ജാതിയെ കാണുന്നത് ഹിന്ദു സമൂഹം തന്നെ ജാതിയിലാണ് കെട്ടിപ്പടുത്തിരിക്കുന്നത് എന്നുള്ള നിലയിലാണ്.
ജാതി തൊഴിലുകളുടെ വിഭജനം മാത്രമല്ല, തൊഴിലുകളുടെ ശ്രേണി കൂടിയാണ്. ഇനി അംബേദ്കറുടെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഒരു നിരീക്ഷണം, ജാതി ആളുകളുടെ തൊഴിലുകളെ മാത്രമല്ല വിഭജിക്കുന്നത്, അതിനൊരു ഹൈറാർക്കി അല്ലെങ്കിൽ ശ്രേണി നൽകുന്നുണ്ട്. അതായത് ചില തൊഴിലുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ബ്രാഹ്മണർ ചെയ്യുന്നത് പുരോഹിതന്മാരുടെ തൊഴിലാണ്, അത് ഉയർന്ന തൊഴിലായിട്ട് കണക്കാക്കുകയും താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് പറയുന്ന ആളുകൾ ചെയ്യുന്ന ജോലികൾ നിലവാരം കുറഞ്ഞ ജോലികളായിട്ട് കണക്കാക്കുകയും ആണ് ചെയ്യുന്നത്. ആ രീതിയിൽ തൊഴിലുകളെ വിഭജിക്കുക മാത്രമല്ല, തൊഴിലുകളുടെ ഒരു ശ്രേണി കൂടി ജാതി സൃഷ്ടിക്കുന്നുണ്ടെന്ന് അംബേദ്കർ വീക്ഷിച്ചു. ജാതി ഒരു മനസ്ഥിതിയാണ്, മതവിശ്വാസം ആളുകളിൽ ഉള്ളതാണ് ഇത് പിന്തുടരുന്നതിന് കാരണം. ഇനി ജാതിയെ അംബേദ്കർ കാണുന്നത് ആളുകളുടെ ഒരു മനസ്ഥിതിയായിട്ടാണ്. കാരണം ജാതി ഒരു തെറ്റായിട്ട് ആളുകൾക്ക് തോന്നാത്തത് അത് അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ജാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് മതവിശ്വാസത്തിൽ മാറ്റം വരണമെന്നാണ് അംബേദ്കർ പറയുന്നത്. അതിനുവേണ്ടി അംബേദ്കറും അംബേദ്കറിന്റെ അനുയായികളും ഹിന്ദു മതത്തിൽ നിന്ന് ബുദ്ധമതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയൊക്കെ ഉണ്ടായിരുന്നു. മിശ്ര വിവാഹ നിരോധമാണ് എല്ലാ ജാതി നിരോധനങ്ങളുടെയും അടിസ്ഥാനം എന്നാണ് അദ്ദേഹം അടുത്തായിട്ട് പറയുന്നത്. ഇപ്പോൾ ജാതിയിൽ പല നിരോധനങ്ങളുണ്ട്. ഇപ്പോൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക തുടങ്ങിയിട്ടുള്ള പല നിരോധനങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനമായിട്ട് വരുന്നത് ഒരു ജാതിയിൽ പെട്ടവർ ഒരു ജാതിയിൽ നിന്ന് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്നുള്ള സങ്കല്പമാണ്. അത് മാറിക്കഴിഞ്ഞാലാണ് ജാതിയിൽ മാറ്റം വരിക എന്നാണ് അംബേദ്കർ പറയുന്നത്. ജ്യോതിറാവു ഫൂലെ ഇദ്ദേഹം ജാതിയെ കാണുന്നത് ചൂഷണത്തിനുള്ള ഒരു ഉപാധിയായിട്ടാണ്. ചില മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ആര്യൻ അധിനിവേശമാണ് ജാതി വ്യവസ്ഥയുടെ തുടക്കം. ആര്യന്മാർ പരാജയപ്പെടുത്തിയ തദ്ദേശരാണ് അയിത്ത ജാതിക്കാരായിട്ട് പരിണമിച്ചത്. അതായത് ഇന്ത്യയിൽ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഇത്തരം ഒരു ജാതി വ്യവസ്ഥ ഇല്ലാതെയാണ് ജീവിച്ചിരുന്നത്. ആര്യന്മാർ ഇങ്ങോട്ട് വന്ന് അവരെ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് ഇവിടെ ഒരു ജാതി വ്യവസ്ഥ ഉണ്ടാവുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയരെ അവർ കീഴ്പ്പെടുത്തുകയും എന്നിട്ട് ഈ തദ്ദേശീയരാണ് പിന്നീട് താഴ്ന്ന ജാതിക്കാരായിട്ട് പരിണമിച്ചതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വീക്ഷണം. ബ്രാഹ്മണർ വിദ്യാഭ്യാസവും അധികാരവും ജാതിയിലൂടെ കൈവശം വയ്ക്കുന്നു. ഈ മറ്റ് ജാതികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവകാശം ഇല്ലാത്തത് കാരണം കൊണ്ട് വിദ്യാഭ്യാസവും അധികാരവും അങ്ങനെ ബ്രാഹ്മണർ ഈ ജാതി സംവിധാനത്തിലൂടെ കയ്യിൽ വയ്ക്കുകയാണ്. അങ്ങനെ മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ജാതിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് ബ്രാഹ്മണ ആശയങ്ങളിൽ നിന്ന് പുറത്തു കടക്കണം. അപ്പോൾ നേരത്തെ അംബേദ്കറുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇത് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായത് കാരണം കൊണ്ട് ജാതിയിൽ നിന്ന് ഒറ്റയ്ക്ക് പുറത്തു കടക്കാൻ വേണ്ടി കഴിയില്ല. മതവിശ്വാസത്തിലും അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അദ്ദേഹവുമായിട്ട് പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സത്യശോധക സമാജം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനം രൂപീകരിക്കുകയുണ്ടായി. ദളിത് എന്ന പദം പ്രചാരത്തിൽ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. ഒരു മറാത്തി പദമാണ്, തകർക്കപ്പെട്ടവർ എന്നുള്ള അർത്ഥമാണ് വാക്കിനുള്ളത്. ഇതും ഇദ്ദേഹത്തിൻ്റെ സംഭാവനയിൽ വരുന്നതാണ്. അടുത്തത് പെരിയാർ. EV രാമസ്വാമി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. EVR എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ഹിന്ദുമതവും ജാതീയതയും ആര്യന്മാരുടേതാണ്. ഇത് തദ്ദേശീയ ദ്രാവിഡരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. നേരത്തെ ജ്യോതിറാവു ഫുലെയുടെ വീക്ഷണത്തിൽ നമ്മൾ കണ്ടതിന് സമാനമാണ്. അതായത് ആര്യന്മാരാണ് ഇവിടെ ഒരു ജാതി സംവിധാനം ഉണ്ടാക്കിയത്. ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ദ്രാവിഡരായിട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. ജാതി ചൂഷണത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇത് അടിമത്തത്തിന് സമാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ താഴ്ന്ന ജാതിക്കാർ എന്ന് മുദ്ര കുത്തുകയും ആര്യന്മാർ ഉയർന്ന ജാതികൾ എടുക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഒരു കണക്കിന് അടിമത്തത്തിന് സമാനമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം. യുക്തിചിന്തയുടെ പ്രാധാന്യം പ്രചരിപ്പിച്ചു. ഇനി മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ നമ്മൾ ജ്യോതിറാവു ഫുലെയിലും അംബേദ്കറിലും പറഞ്ഞതുപോലെ തന്നെ മതവിശ്വാസം ഉള്ളത് കൊണ്ടാണ് ആളുകൾ ജാതി പിന്തുടരുന്നത്, അത് ശീലിക്കാനും അനുസരിക്കാനും തയ്യാറാവുന്നത് എന്നുള്ള കാരണം കൊണ്ട് യുക്തിചിന്തയുടെ പ്രാധാന്യം ഇദ്ദേഹവും പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഇനി ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അടുത്തതാണ് ആത്മാഭിമാന പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈ ജാതിക്ക് എതിരായിട്ട് ജാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടൊരു പ്രസ്ഥാനം രൂപീകരിക്കുകയുണ്ടായി. ഇനി പെരിയാർ സ്ഥാപിച്ചിട്ടുള്ള ആത്മാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ജാതിരഹിതമായ യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ സമൂഹം ലക്ഷ്യമാക്കി. ജാതി ഇല്ലാത്തൊരു സമൂഹമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. ദ്രാവിഡ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു.
അപ്പം ഇദ്ദേഹം പറയുന്നത് തങ്ങൾ താഴ്ന്ന ജാതികളാണെന്ന് കരുതിയിട്ട് ആരും ഇങ്ങനെ നാണിക്കേണ്ട ലജ്ജിക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും. ഈ പറയുന്ന ആളുകളെല്ലാം ദ്രാവിഡ പാരമ്പര്യമുള്ള ആളുകളാണ്, ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത്. ആ ഒരു പാരമ്പര്യത്തിൽ അഭിമാനിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം, അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണണം. സ്വാഭാവികമായിട്ടും ജാതി ഇല്ലാതെ, അത്തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവർക്കും തുല്യ അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമൂഹമായിരിക്കണം. വിദ്യാലയങ്ങൾ, അനാഥാലയങ്ങൾ എന്നിവ സ്ഥാപിക്കണം. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തിന് വേണ്ടിയിട്ട് വിദ്യാലയങ്ങളും അതുപോലെ തന്നെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അനാഥാലയങ്ങളും സ്ഥാപിക്കണം എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. ജാതി പേര് ഉപയോഗിക്കരുത്. ഇനി ജാതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യ സ്റ്റെപ്പായിട്ട് അദ്ദേഹം പറയുന്നത് ആളുകൾ പേരിൻ്റെ കൂടെ ജാതി പേര് ഉപയോഗിക്കരുതെന്നാണ്. പിന്നീട് പുരോഹിതന്മാരെ ഒഴിവാക്കണം. പുരോഹിതന്മാർ അവർ ചെയ്യുന്ന ജോലി, അതിൻ്റെ ബഹുമാനമൊക്കെയാണ് ജാതി വ്യവസ്ഥ നിലനിർത്തുന്നതിൻ്റെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിവാഹ ചടങ്ങുകളിൽ പുരോഹിതന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഗൃഹപ്രവേശനം നടക്കുന്ന അത്തരം ഘട്ടങ്ങളിൽ പുരോഹിതന്മാരെ ഒഴിവാക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആത്മാഭിമാന വിവാഹം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മാരേജ് എന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണ പുരോഹിതന്മാരെ ഒഴിവാക്കിക്കൊണ്ടുള്ള വിവാഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അടുത്തത് നമുക്ക് ഈ മൊഡ്യൂളിൽ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങളുമാണ്. ചാതുർവർണ്ണത്തിന് പുറത്തു വരുന്ന വിഭാഗം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനമായിട്ടുള്ള ചാതുർവർണ്ണത്തിൽ വരുന്നത് ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് എന്ന് 4 വിഭാഗങ്ങളാണ്. ഇതിന് പുറത്തു വരുന്നവരാണ് ഈ അയിത്ത ജാതിക്കാരെന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. ദൈവത്തിൻ്റെ കുട്ടികൾ എന്ന അർത്ഥം വരുന്ന ഹരിജൻ എന്ന് ഗാന്ധി ഇവരെ വിശേഷിപ്പിച്ചു. അപ്പോൾ ആദ്യം ഗാന്ധിയാണ് ഇവരെ ഒരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഹരിജൻ എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. 1927 സൈമൺ കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദം ഉപയോഗിച്ചു. പിന്നീട് സൈമൺ കമ്മീഷനാണ് ഈ ജാതി വിഭാഗങ്ങളെ ഒരുമിച്ച് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നുള്ള ഒരു പേരിൽ പറയുന്നത്. തുല്യതയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനായി ഭരണഘടന പ്രത്യേക പദവിയും അവകാശങ്ങളും നൽകുന്നു. ഇനി നമുക്കറിയാം, ഒരുപാട് സാമൂഹികമായിട്ടുള്ള വിവേചനങ്ങൾ നേരിട്ട ഒരു വിഭാഗമാണ്, പ്രത്യേകിച്ച് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ കാലഘട്ടത്തിൽ. അതുകൊണ്ട് തുല്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഭരണഘടനയിൽ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 341 അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ അഭിപ്രായത്തോടെ രാഷ്ട്രപതിക്ക് ഒരു ജാതിയെ ഷെഡ്യൂൾഡ് കാസ്റ്റായിട്ട് പ്രഖ്യാപിക്കാം. അപ്പോൾ ഒരു ജാതി ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ പട്ടികയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. രാഷ്ട്രപതിക്ക് അത് സംസ്ഥാനങ്ങളുടെ അഭിപ്രായത്തോട് കൂടിയിട്ട് ആർട്ടിക്കിൾ 341 അനുസരിച്ചിട്ട് പറയാവുന്നതാണ്. സാമൂഹ്യ വ്യവസ്ഥയും വിവേചനവും. ഇനി എന്തുകൊണ്ട് ഭരണഘടനയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. ആ കാലഘട്ടത്തിൽ സാമൂഹ്യഘടനയെ നിയന്ത്രിക്കുന്നത് ജാതിയുടെ അധികാര ശ്രേണിയാണ്. നമുക്കറിയാം, ആളുകളുടെ തൊഴിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ജാതി ഇടപെടുന്നുണ്ട്. ജാതി നിരോധനങ്ങൾ നിത്യജീവിതത്തെ ബാധിക്കുന്നു. ഈ രീതിയിൽ ഒരേ ജാതിയിൽ നിന്ന് വിവാഹം കഴിക്കാവൂ, അല്ലെങ്കിൽ ഈ ജോലിയെ ചെയ്യാവൂ എന്ന് പറയുന്ന കാര്യങ്ങൾ ആളുകളുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നതാണ്. ധർമ്മ കർമ്മ വിശ്വാസങ്ങൾ ആളുകളെ നിസ്സഹായരാക്കുന്നു. ഇനി ആ കാലത്തുണ്ടായിരുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഒരാൾ താഴ്ന്ന ജാതിയിൽ ജനിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് ഈ കർമ്മ വിശ്വാസത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ അവർക്കൊന്നും ചെയ്യാനില്ല, അവർ കഴിഞ്ഞ ജന്മത്തിൽ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയതെന്നുള്ള രീതിയിൽ ഒരു നിസ്സഹായതയിലേക്ക് വരികയും ഇതിനെ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇനി ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾ നേരിട്ട സാമൂഹ്യ പ്രശ്നങ്ങളാണ്. കുറേയൊക്കെ നമുക്കറിയാവുന്നതാണ്. പൊതുവഴി, പൊതുജലാശയം, വിദ്യാഭ്യാസം എന്നിവ നിഷേധിക്കപ്പെട്ടു. പൊതുവഴിയിൽ നടക്കാനോ അല്ലെങ്കിൽ പൊതു കിണർ, പൊതു കുളം തുടങ്ങിയവയിൽ നിന്ന് ജലം എടുക്കാനോ ഒക്കെ ഉള്ള അവകാശം ഇവർക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു. വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അമ്പലങ്ങളിൽ കയറാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. തൊഴിൽ നിഷേധം സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമായി. അപ്പോൾ ചില ജോലികൾ മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് പറയുകയും മറ്റു ജോലികൾ ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്ന സാഹചര്യം കൊണ്ട് അവർക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കമായി പോകുന്ന സാഹചര്യം ഉണ്ടായി. ചരിത്രപരമായി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടത് അധസ്ഥിതിക്ക് കാരണമായി. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ആർക്കും വിദ്യാഭ്യാസം നൽകാത്ത കാരണം കൊണ്ട് അവരുടെ വീട്ടിലെ സാഹചര്യവും മറ്റുമൊക്കെ അവർ പിന്നോക്കം പോകുന്നതിന് കാരണമായി.
പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. ഇനി ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിന് വേണ്ടിയും അവർക്ക് അവകാശങ്ങളും തുല്യതയും നൽകുന്നതിന് വേണ്ടിയിട്ടും ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. അതായത് വിവേചനപരമായിട്ട് അവർക്ക് പ്രത്യേക അവകാശങ്ങളും ആനുകൂല്യങ്ങളും നൽകുന്ന സംവിധാനമാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ. SC, ST, OBC വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായിട്ടാണിത് രൂപീകരിച്ചിട്ടുള്ളത്. ആർട്ടിക്കിൾ 17 അയിത്തം നിരോധിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇല്ലാതാക്കി നിരോധിച്ചു. ആർട്ടിക്കിൾ 46 വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു. സംസ്ഥാനങ്ങളോട് ഇത്തരം പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 335 അനുസരിച്ചിട്ട് സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 330, 332 നിയമനിർമ്മാണ സഭകളിൽ സംവരണം, അതായത് പാർലമെന്റിലും നിയമസഭകളിലുമെല്ലാം ഈ വിഭാഗം പിന്നോക്കം നിൽക്കുന്ന വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തണം എന്നുള്ള കാര്യവും ഭരണഘടനയിൽ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ അവസാനമായിട്ട് പറയുന്നത് ജാതിയുടെ രാഷ്ട്രീയവൽക്കരണത്തെക്കുറിച്ചിട്ടാണ്. ജാതി ഇങ്ങനെ വലിയൊരു പ്രതിഭാസമായിട്ട് നിലനിൽക്കുന്ന ഇന്ത്യൻ സമൂഹത്തിനകത്ത് ജാതി രാഷ്ട്രീയത്തെയും രാഷ്ട്രീയം ജാതിയെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. നമുക്ക് 2 പഠനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, അനിൽ ഭട്ടിൻ്റെ പഠനം ഉയർന്ന ജാതികൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇന്ത്യയുടെ അക്കാലത്തെ സാഹചര്യം അനുസരിച്ചിട്ട് വലിയൊരു വിഭാഗം ആളുകൾ നിരക്ഷരരാണ്, രാഷ്ട്രീയ അവബോധം ഇല്ലാത്ത ആളുകളാണ്. നമുക്കറിയാം, പഴയ കണക്കുകൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40-50% ആളുകളാണ് വോട്ട് ചെയ്യാൻ തന്നെ പോകുമായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ അവബോധത്തിൻ്റെ സാഹചര്യത്തിൽ അദ്ദേഹം കണ്ടെത്തുന്നത് ഉയർന്ന ജാതികൾക്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ സ്വാധീനമുണ്ട് എന്നാണ്. അടുത്ത പഠനത്തിൽ രജനി കോത്താരി വോട്ടുകൾ രാഷ്ട്രീയ സംവിധാനത്തെ സ്വാധീനിക്കുന്നത് പരിശോധിച്ചു. ആളുകൾ ജാതി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഈ പഠനത്തിൽ പറയുന്നത്. 3 ഘട്ടങ്ങളായിട്ട് ഈ ഒരു പ്രവണതയെ തരംതിരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഘട്ടത്തിൽ പറയുന്നത് ജാതികൾ തമ്മിൽ അധികാരത്തിനായുള്ള മത്സരം, അതായത് ജാതികൾക്കനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യുക, ജാതികളുടെ താല്പര്യം സംരക്ഷിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ആദ്യഘട്ടത്തിൽ. ജനാധിപത്യത്തിൻ്റെ ഇന്ത്യയുടെ തുടക്കത്തിൽ ഈ രീതിയിലാണ് ഉണ്ടായിരുന്നതാണ് പറയുന്നത്. രണ്ടാം ഘട്ടത്തിൽ വിഭാഗീയതയാണ് വരുന്നത്. ജാതികൾക്കിടയിൽ വിഭാഗീയതയും മറ്റ് ജാതിയിലെ നേതാക്കളെ പിന്തുണയ്ക്കലും ഇവിടെ വരുന്നു. അതായത് ഒരു ജാതിയിൽ നിന്ന് ഒരു നേതാവ് മാത്രമല്ല, ഒരു ജാതിയിൽ നിന്ന് തന്നെ ഒന്നിലധികം നേതാക്കൾ വരും. ചിലപ്പോൾ ഒന്നിലധികം പാർട്ടിയിൽ ഒരേ ജാതിയിലെ ആളുകൾ ഉണ്ടായിരിക്കും. അവരെല്ലാവരും അവരുടെ ജാതിയുടെ താല്പര്യം സംരക്ഷിക്കുന്നു പറയും. ഈ രീതിയിൽ ഈ ജാതികളുടെ ഇടയിൽ തന്നെ ഒരു വിഭജനം ഉണ്ടായിരിക്കും. ഇനി ഇങ്ങനെ വിഭജിക്കപ്പെടുന്ന സമയത്ത് ഒരു ജാതിയിലെ ആളുകളെ മാത്രം അഡ്രസ്സ് ചെയ്തുകൊണ്ട് നേതാക്കൾക്ക് നിലനിൽക്കാൻ കഴിയില്ല. അപ്പോൾ അവർ മറ്റ് ജാതിയിലെ ആളുകളെ കൂടി അവർ സമീപിക്കും, അവരുടെ താല്പര്യങ്ങളെ കൂടി അവർ അഡ്രസ്സ് ചെയ്യും. ഈ രീതിയിൽ ആളുകൾ സ്വന്തം ജാതി മാറി മറ്റുള്ള ജാതിയിലെ നേതാക്കളെയൊക്കെ പിന്തുണയ്ക്കുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം വിദ്യാഭ്യാസവും നഗരവൽക്കരണവും ജാതിയുടെ പ്രാധാന്യം കുറയ്ക്കുന്നു. അങ്ങനെ കാലക്രമേണ ആളുകൾക്ക് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സമൂഹം പുരോഗതിയിലേക്ക് വരികയും നഗരവൽക്കരണമൊക്കെ ഉണ്ടാകുമ്പോൾ ജാതി അനുസരിച്ച് വോട്ട് ചെയ്യുന്ന സംവിധാനം മാറിയിട്ട് അത് കുറഞ്ഞു വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. പക്ഷെ നമുക്ക് പൊതുവിൽ അറിയാം, ഈ ജാതി എന്ന് പറയുന്നത് ഇപ്പോഴും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് നിലനിൽക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.